നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ പറയാനായിട്ട് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ പോയിട്ട്. അടുത്ത ദിവസം കോട്ടയത്ത് പോയിട്ട് തൊമ്മൻകുത്തിൽ പോയല്ലോ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, മലനിരകൾ കണ്ടു, ഭംഗി ആസ്വദിച്ചു. അതുപോലെ തമിഴ്നാട്ടിൽ പോയിട്ടും നമ്മുടെ കൊടൈക്കനാലിൽ പോയിട്ടും ഇതുപോലെ തന്നെ മലനിരകളൊക്കെ കണ്ട് കുറേ ആസ്വദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചത്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മലയുണ്ട്. ആ മലയിൽ നിന്നൊരു നദി ഒഴുകണുണ്ട്. ആ മലയിലൊരു ഡാം പണിതിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ അപരാധമായി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് അത് പറയാനായിട്ട് പോണത് കേട്ടോ. അതായത് എൻ്റെ വീട് വരന്തരപ്പള്ളിയാണെന്നറിയാലോ. വരന്തരപ്പള്ളി പഞ്ചായത്താണ്. അപ്പോൾ ഈ വരന്തരപ്പള്ളി പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്താണ് കേട്ടോ. അതിൽ പെടുന്ന ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം എന്ന് നിൽക്കുന്ന സ്ഥലമൊക്കെ. പാലപ്പിള്ളി, എച്ചിപ്പാറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. വരന്തരപ്പള്ളിയിൽ നിന്ന് ഒരു 21 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് പാലപ്പിള്ളിക്കും എച്ചിപ്പാറയ്ക്കും ചിമ്മിനി ഡാമിലേക്കും ഒക്കെ ബസ്സുണ്ട്. ആ വരന്തരപ്പള്ളിയിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതി, ഈ പറഞ്ഞ സ്ഥലത്തെത്തും. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ രണ്ട് സൈഡിലും ആദ്യം കുറേ തേക്ക് മരങ്ങൾ, ഫോറസ്റ്റാണ്. അതായത് വരന്തരപ്പള്ളി കുറച്ച് കഴിഞ്ഞാൽ വെളുപ്പാടൊക്കെ ആയ ഫോറസ്റ്റ് തുടങ്ങുകയായി. അതിമനോഹരമായ ഈ ഫോറസ്റ്റൊക്കെ കണ്ടങ്ങനെ പോകാം. പിന്നെ രണ്ട് സൈഡിലും മനോഹരമായ ഈ റബ്ബറുണ്ട്, റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളാണ്. പുതുക്കാട്, കുണ്ടായി എന്നൊക്കെ പേരുള്ള കുറേ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കിഴക്കോട്ട് പിന്നെയും പോയാൽ പാലപ്പിള്ളി എത്തും. പാലപ്പിള്ളി എത്തിക്കഴിഞ്ഞാൽ വഴി രണ്ടായിട്ട് ഇങ്ങനെ മാറിപ്പോകും. ഒരു വഴി എച്ചിപ്പാറയ്ക്ക് പോണതാണ്, ഒരു വഴി ചിമ്മിനി ഡാമിലേക്ക് പോണതാണ്. അപ്പോൾ ഈ എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ അവിടെയൊക്കെ ആദിവാസി കോളനികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കുറേ വഴിയുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്കും പോയി. രാവിലെ അവിടേക്കാണ് പോയത്. രാവിലെ ഇവിടെ ഞങ്ങളൊരു 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് പാലപ്പള്ളി വഴിക്കല്ല പോയത്. ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ കുറച്ച് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മുപ്ലിയം വഴിക്ക് പോയാൽ പുതിയ പാലം പണിതിട്ടുണ്ട്. ആ പാലത്തിന്മേൽ കൂടെ അങ്ങനെ പോയി എച്ചിപ്പാറയൊക്കെ എത്തും. അവിടുത്തെ കുറേ ആട്ടുപാലങ്ങൾ, പണ്ടത്തെ ഇംഗ്ലീഷുകാർ പണിത ആട്ടുപാലങ്ങളൊക്കെ ഉണ്ട്. ആദിവാസി കോളനി അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഉച്ചയാവാറായപ്പോൾ ഞങ്ങൾ ചിമ്മിനി ഡാമിലേക്ക് പോകാനായിട്ട് വന്നത്. അപ്പം ചിമ്മിനി ഡാമിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ അങ്ങോട്ട് കടക്കാനായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അതായത് ഒരാൾക്ക് ഇത്ര രൂപ, വണ്ടിക്കാണെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ ഉണ്ട്, കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അപ്പുറത്തേക്ക് കടന്ന് പോവാണ്. അവിടെയൊക്കെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയായി സമയം. ഉച്ചയായപ്പോഴും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും അവിടുന്ന് തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് ഭക്ഷണം കിട്ടി. അവിടെ ഉച്ച 12 മണി ആയിട്ടുള്ളൂ. 12 മണിയായപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഭക്ഷണം ഊണൊക്കെ കഴിച്ചു കൂട്ടാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ യാത്ര കുറച്ച് വഴിയുള്ളൂ. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ പോയത് കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ കേട്ടോ. ഒന്ന് ശലഭോദ്യാനം, കുറച്ച് ഭാഗം കുറേ ചിത്രശലഭങ്ങളൊക്കെ ഉള്ള ഒരു ഉദ്യാനമുണ്ട്. അതുകൂടാതെ ഔഷധ സസ്യങ്ങളുടെ മാത്രം ഒരു കലവറയാണ് അവിടെ. അതിനായിട്ടുള്ളൊരു ഉദ്യാനമുണ്ട്. പിന്നെ ട്രക്കിംഗ് ഏരിയയ്ക്ക് അങ്ങനെ പോകാം. അതുകൂടാതെ ഡാമിലിങ്ങനെ ഒരു കൊട്ടവഞ്ചികളുണ്ട്. അതിനുള്ളിൽ യാത്ര ചെയ്യാം. കൊട്ടവഞ്ചിയിൽ കയറി 4-5 ഇരിക്കാം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളെ കുറേ സ്ഥലത്ത് കൊണ്ടുപോയി അവർ കാണിച്ചു തരും. പിന്നെ നമുക്ക് കാണാൻ പറ്റുക ഈ ഡാമിൻ്റെ മുകളിൽ കയറി സഞ്ചരിക്കാം. അതിന് കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ തന്നെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 2 കാര്യമാണ് പ്രധാനമായിട്ട് ഈ ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, മറ്റൊന്ന് ജലസേചനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജലസേചനത്തിൻ്റെ സമയം ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഒട്ടും പാഴാക്കാതെ ഫുള്ളും ശേഖരിച്ച് വെച്ചിരിക്കുക. ഇനി ഞങ്ങളങ്ങനെ ചിമ്മിനി ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇത്ര സുന്ദരമായ സ്ഥലം കണ്ടില്ല എന്ന് പറഞ്ഞ് കാണാതെ അങ്ങ് അകലെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. ചിമ്മിനി ഇക്കോ ടൂറിസം. നിങ്ങൾ വന്നാ ഇവിടെ എത്തിയാ? വെരി ഗുഡ്. ഋത്തിക് എത്രല്ല പഠിക്കണേ? ഞങ്ങൾ എച്ചിപ്പാറ വെച്ച് ഇവനും ഇവൻ്റെ ഗാർഡിയൻസിനൊക്കെ കണ്ടതാണ് കേട്ടോ. അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ചെക്ക് പോസ്റ്റിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം അടുത്ത് വരാൻ പോണത്. ഇവിടെ വാട്ടർ ATM ഉണ്ട്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ATM കൗണ്ടറാണ്.
അപ്പുറത്ത് കണ്ട വന്യജീവി സങ്കേതം എന്നൊക്കെ എഴുതിയിട്ടില്ലേ, അവിടെയാണ് ടിക്കറ്റ് എടുക്കുക കേട്ടോ. രാജേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. കാറ് ഇപ്പുറത്ത് നിർത്തിയിട്ട് അത് കഴിഞ്ഞ് ചോദ്യം പോയി അവിടേക്ക് കേട്ടോ. കാറിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ, എന്നിട്ട് വേണം കാർ അങ്ങോട്ട് വിടണമെങ്കിൽ. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവർക്കും വേണം, അത് ഏത് വണ്ടി ആയാലും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് രാജേട്ടനും ജ്യോതിയും വന്നു. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഫോറസ്റ്റ് സ്റ്റേഷൻ 2 വശങ്ങളിലും നോക്കൂ, എന്ത് ഭംഗിയുള്ള കാടാണ് അല്ലേ. റബ്ബറും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയാണ് ഞാൻ പറഞ്ഞ ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടുത്തെ ആ കാട്ടിലുള്ള മരങ്ങളെയൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ പകർത്തി. നിബിഡമായ കാട്. ഇതാ ഇവിടെ കാണുന്നത് റബ്ബർ മരങ്ങളാണ്. പാലെടുക്കാനായിട്ട് പ്ലാസ്റ്റിക് കൊട്ടിച്ചിങ്ങനെ കണ്ടു, റബ്ബർ പാലെടുക്കണതാണ്. അപ്പം അതിനുള്ളിൽ അറ്റത്ത് വലിയ വീടുകളൊക്കെ കാണാനുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവിടെ കാണാൻ വീടുകൾ പോലെ. അതെയാ, അതെ. നമ്മുടെ ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥന്മാരൊക്കെ സാധാരണ. അതെ അല്ലേ, അതെ. ആയിക്കോട്ടെ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത്? അതെ അതെ അല്ലേ. പേരെന്താ? മൂസ. ഞാൻ പെട്ടെന്ന് ഇത് വല്ല ഓഫീസൊക്കെ അങ്ങനെ വിചാരിച്ചാ. അതെ അല്ലേ, വീടുകളാണ് അതൊക്കെ. ഇവിടേക്കാ പേടിച്ചാ നിങ്ങള്? വേണ്ട. എൻ്റെ പേരെന്താ? മിഷാൽ. ഓക്കെ. എത്രല്ല പഠിക്കണേ? ഇന്ന് മുടക്കാണല്ലോ അല്ലേ? ഏത് സ്കൂളിലാ? മഠത്തിലാണോ? വേലുപാടത്ത്? മഠം. ഓക്കേ. ഈ കുട്ടി കട ഉടമയുടെ മകനാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. പച്ചക്കറി വേണ്ടവർക്ക് പച്ചക്കറി കിട്ടും, നോൺ വേണ്ടവർക്ക് നോണും കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇഷ്ടമുള്ള ഭക്ഷണം ഇനി ഇതിൽ കൂടെ പോണ ആൾക്കാർക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. എന്താ വേണ്ട വെച്ചാൽ കഴിക്കാം കേട്ടോ. ബീൻസ് അല്ലേ? സൂപ്പർ സാധനം. മത്തങ്ങയാന്ന് തോന്നുന്നു കേട്ടോ. സാമ്പാറല്ലേ? ആണോ? കുറച്ച് മതി കേട്ടോ. മതി. മീൻ കൂട്ടാൻ വേണം. സാമ്പാർ വേണ്ട. ഇത് പരിപ്പാട്ടാ. പരിപ്പും ഉരുളക്കിഴങ്ങും ഒഴിക്കട്ടെ. എന്തൊക്കെ പോകാൻ പറ്റും ഒരു തവണ ചേട്ടനെ ക്യാൻറ്റീനാണല്ലേ? ശരി, ഓക്കെ. ട്രക്കിങ് 40-50 പേര് ഇറങ്ങുന്ന ആൾക്കാർ വരും. ഈ കട തുടങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ? അത് ശരി. ഒരു മോനുള്ളോ? ഒരു മോനുള്ളല്ലേ? അത് ശരി. അവന് ഏഴില്ലാന്നല്ലേ? ഇപ്പം ചോറ് കൊണ്ട് പോകണം. ട്രക്കിങ്ങുകാർ വിളിക്കും. അത് ശരി. അത് ശരി. ഓർഡർ തരും നമുക്ക്? അത് എല്ലാ വെള്ളിയാഴ്ചയും തരും. വെള്ളി, ശനി, ഞായർ അങ്ങനെ
ഭക്ഷണം എത്തിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്കുള്ളതും ഒരു മിനിറ്റ്. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇത് അങ്ങോട്ട് കഴുകുക, അവിടേക്ക് കഴുകുക, അവിടെ തന്നെ. എൻ്റെ ഉണ്ടല്ലോ വെള്ളം. എന്തൊക്കെയുണ്ടെന്നറിയോ? എച്ചിപ്പാറ വനിതാ കഫ്റ്റീരിയ. വനിതാ കഫ്റ്റീരിയ. ഇത് പെണ്ണുങ്ങൾ, ഇത് വനിതകളുടെയാണ് അല്ലേ? വനിതകൾ തുടങ്ങിയതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ വൈഫാവും ഇതിൻ്റെ ആള് അല്ലേ? അല്ലേ? ആ, വെരി ഗുഡ്. എവിടെ? ആ, ഇതമ്മ. ഉമ്മ. ഓക്കെ. നല്ല പരിപാടി കേട്ടത്. ഞങ്ങൾക്കിപ്പോ നല്ലൊരു കടയിലാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു. നന്നായി. ഇനി വരുമ്പോഴേക്കും നല്ല വലിയ കടയും ഞങ്ങൾ വരുമ്പോഴേക്കേ ഇത് വലിയ കടയാവുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ശരി കേട്ടോ. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ടേ, അപ്പൊ അതിന് വേണ്ടി ഞാൻ പിടിച്ചതാണ് ഇതിൽ കേട്ടോ ചോദിച്ചത്. ഇതേക്ക് ഉറങ്ങിയിരിക്കണോ? കണ്ടാ അത് എടുത്തോണ്ട് പോലെ സാധനങ്ങളൊക്കെ. അതെ അല്ലേ? ഈശ്വര. അപ്പൊ നിങ്ങൾ പേടിച്ചിരിക്കൂല്ലേ? കടന്നു പോകും. അത്ര നമ്മളെ കാണാനും കാഴ്ച പോകണം നിൽക്കണ്ട. അപ്പൊ വണ്ടി നിർത്തില്ല. അപ്പൊ നിങ്ങൾ പാസ് കടന്നു പോട്ടെ. എല്ലാം സംഭവിക്കില്ല, ഈ സമയം സംഭവിക്കില്ല. അപ്പൊ ശരി കേട്ടാ. രണ്ട് കുരങ്ങന്മാരെ കണ്ടോ? രണ്ട് കുരങ്ങന്മാരെ ധരിക്കണു. അവരെടുത്തോണ്ട് പോകൂലേ സാധനങ്ങളൊക്കെ സബ് സ്റ്റേഷനിലേക്ക്? ആനയിടെന്ന് പറഞ്ഞപ്പോഴാണ് പേടി. ഇതെന്താണ്? വന വിഭവ മൂല്യവർദ്ധിത ഉൽപ്പന്ന സംസ്കരണ വിപണന കേന്ദ്രം. ഓ, തേനൊക്കെ ഉണ്ടോ അവിടെ? പ്ലാസ്റ്റിക് നിരോധിത മേഖല. ഉമ്മയുണ്ട്. എർത്തൻഡാം എന്ന് വെച്ചാൽ എന്നിട്ടാ അവിടെ എന്നിട്ട് അവിടെ ഡാമിലത്തെ ആൾക്കാർ ഇലക്ട്രിസിറ്റിയുടെ സാധനമാണ് ഈ സ്ഥലം കാണുന്നത്. നമ്മളിപ്പോൾ വലിയ ശരീരം ആൾക്കാരിക്കുന്നു. ഇതാ അങ്ങകലെ ഡാമിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. നീല കുറ്റികളായിട്ട് കണ്ടില്ലേ? ഡാമിന് അതിന് മുകളിൽ കൂടെയാണ് ഡാമിൻ്റെ ഇടയ്ക്ക് പോവുക. ഡാം ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് കയറി പോവാം. ആദ്യം തന്നെ കൊട്ടവഞ്ചിയിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ. പിന്നെ ഐസ്ക്രീം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് അങ്ങോട്ട് ജ്യോതി അമ്മയൊക്കെ പോയിക്കാണ്. അപ്പം ഞാനും ശ്രീനാഥയും കൂടി താഴെ ഇറങ്ങി നിൽക്കുക കേട്ടോ. നോക്കൂ, ആ വെള്ളത്തിൻ്റെ അടുത്താണ്, റിസർവോയറിൽ വെള്ളം കണ്ടില്ലേ, അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കണ്ടോ, ആ ചുറ്റുമുള്ള മലനിരകൾ കണ്ടല്ലോ, അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിച്ച് വച്ചിരിക്കുന്നത്.
അങ്ങ് ദൂരേക്ക് നോക്കൂ, കൊട്ടവഞ്ചികളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന കണ്ടില്ലേ. യാത്ര എന്ന് വെച്ചാൽ ഒന്ന് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വഞ്ചികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്കും അങ്ങനെ കയറണം. ഷോപ്പ് ഇതാണ് കാഫി ചേട്ടാ, കാഫി ടീ ഇല്ല. നമ്മള് ഞാൻ ആദ്യമായിട്ട് വർക്ക് ഞാൻ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഞാൻ ഓഫീസിന്റെ മുകളിലൊരു പ്ലേസ് ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഞാൻ മാറ്റിട്ടുണ്ടാവും. അവിടെ പോയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനെ പറയുന്നത് കഫറ്റേറിയ. അവിടെ ടീയും ചായ മാത്രം ഉണ്ടാവും അഡീഷണലായിട്ട്. ചായയും ടീയും ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടണം. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. നമ്മൾ ക്യാൻറ്റീൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് വെള്ളം പോകാനാവില്ലേ? മഴ വെള്ളം വരുമ്പോൾ പോകാനല്ലോ അല്ല സുന്ദരി. ആ തുമ്പികൾ നോക്ക്, തുമ്പി. ശലഭോദ്യാനം ഉണ്ട് ഇവിടെ. കിലുകിലുക്കി ടോയ്ലറ്റ് അവിടെ ചിമ്മിനി, വന്യജീവി സങ്കേതം, ഔഷധോദ്യാനം, നക്ഷത്രവനം, ശലഭോദ്യാനം. ഇത് പോയി കാണണം എന്തായാലും. അവിടെ റിസർവോയറിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ്. പ്ലാസ്റ്റിക് വെള്ളം മേടിച്ചില്ലല്ലോ. വെള്ളം വേണം. നല്ല ഭംഗിയായിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചാക്കിയിട്ടുണ്ട് അല്ലേ ചേട്ടാ? താഴേക്ക് നോക്കിയുള്ളൂ കേട്ടോ. ഭയങ്കര ശ്രദ്ധിക്കണം. ശരി, നല്ല റോഡല്ലേ? വിൻഡ്രോ എല്ലാം ഉണ്ട്. ചിക്കേ ഊണ് കഴിക്കുന്ന സ്ഥലം. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ആടാൻ നമുക്ക് കുട്ടികൾക്കൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലുണ്ട്. വലിയവർക്കും ആടുമൊക്കെ ചെയ്യാട്ടോ വേണമെങ്കിൽ. പിന്നെ ഇരിക്കാൻ ബെഞ്ചുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു കൊട്ടയാകണ്ട, നമ്മൾ കൊട്ടയിരിക്കണേ ചേട്ടൻ. അവിടെ ദൂരെ നോക്കൂ, ഒരു കൊട്ടവഞ്ചി വട്ടം കറങ്ങണ കണ്ടോ? 500 രൂപ. ഇവിടെ ഒരു കൊട്ടവഞ്ചി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ ഡ്രൈവർ ഇത് തൊഴുത് കയറുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. 4 പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം അങ്ങനെ ആ വഞ്ചി മുന്നോട്ട് നീങ്ങും. ഐസ്ക്രീമേ തിന്നാൻ നമുക്ക് തന്നുള്ള കുറേ എവിടെയാണ് കുട്ടീടെ അവിടെ ഞങ്ങൾ വരുമ്പോ നോക്കണ്ടേ എവിടെ ആ ചേച്ചി വെക്കണത്. പക്ഷെ അതിനുള്ളിരിക്കുമ്പോൾ നമുക്ക് തിന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റില്ല. തീറ്റയിൽ പോകും. എന്തിനാ നമ്മളിപ്പോൾ കൊട്ട വഞ്ചി ഇരിക്കണം കേട്ടോ. കൊട്ട റൂഫ്.
അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചി കയറാൻ പോവാ കേട്ടോ. കണ്ടോ കൊട്ടവഞ്ചി ഉള്ളിൽ കണ്ടോ സീറ്റുകളുണ്ട്, ഡ്രൈവർ സീറ്റുണ്ട്. ലൈഫ് ജാക്കറ്റ് വാങ്ങിയിട്ട് ധരിക്കണം നമ്മളിവിടെ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടു. ഇനി വഞ്ചി കയറാൻ പോവാ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള കൊട്ടവഞ്ചി റെഡിയായി കേട്ടോ. സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ കയറാൻ പോകണം കേട്ടോ. ഡ്രൈവർ, അതായത് എന്താ പറയുക, തുഴയണ ആളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം സുന്ദരി കയറി, പിന്നെ രാജേട്ടൻ, പിന്നെ ഞാൻ, ജ്യോതി, അമ്മ എല്ലാവരും കയറും കേട്ടോ. നടുക്ക് സുന്ദരി ഇരിക്കുന്നത്. അപ്പം എല്ലാവരും കയറി ഇനി പോവാണ് കേട്ടോ. യാത്ര തുടർന്നു. കുറേ പോകുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം അയാളോട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആദിവാസികളുണ്ടോ? ആരുമില്ല. നിങ്ങളെ കാര്യം പെട്ടാണോ? നിങ്ങളെ കാര്യം പെട്ടാണോ? ഇവിടെ അമ്പലം ഉണ്ടല്ലോ, കള്ളിത്ര കേട്ടുണ്ടല്ലോ. അതെവിടെയാണ്? 20 കിലോമീറ്റർ ഉള്ളിൽ പോണോ? ഇതിന്റെ അപ്പുറം പാലക്കാടാണോ? നെന്മാറയാണോ? കള്ളിച്ചിത്ര ഈ ഭാഗത്ത്. അപ്പൊ മംഗലം ഡാം എവിടെയാണ്? ഏറ്റവും ടോപ്പ് മലയാണ്. ആ മലയുടെ അപ്പുറത്തേക്ക് പറമ്പിക്കുളം. ഈ ഭാഗത്ത് നെല്ലിയാമ്പതി, ഈ ഭാഗത്ത് മംഗലം ഡാം, നെന്മാറ അല്ലേ? കള്ളിച്ചിത്ര പൂരം കള്ളിച്ചിത്ര അത് 20 കിലോമീറ്റർ അപ്പുറാനിയും. അപ്പൊ അവിടെ നിന്ന് പിരിവ് വരണല്ലോ. ആ വരാറുണ്ട്. തെക്കുമുറി. നിങ്ങളെവിടെയാ? ഞങ്ങളവിടെ പൂരത്തിന് പോരാറുണ്ട്. ഇവിടെ എടുത്താ നിങ്ങൾക്കിപ്പോൾ ഒരു സാധാരണ ശമ്പളമാണോ? ശമ്പളമല്ല, പുറത്ത് പോയില്ല. 200 ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഞായറാഴ്ച ഫുൾ ഉണ്ടാവില്ലേ? ആളെല്ലോട് ഓണാക്കിയിട്ടില്ലേ? രാവിലെ അതെയോ? നമ്മൾ രാവിലെ നടന്നോ? അങ്ങനെ നോക്കിയിട്ടാണ് ഡാം പണിതത്. വെള്ളം റിസർവോയറിൽ വെള്ളം നിൽക്കണമെങ്കിൽ ചുറ്റും മല വേണം. അങ്ങനെ അവർ നോക്കി കണ്ടെത്തിയ സ്ഥലമാണിത്. മുപ്പളി പുഴയിലും ഡാം ഒരു പ്ലാനിട്ടുണ്ട്. അതെ അതെ, മുപ്പളി ഭാഗത്ത് വെള്ളത്തിലാവും. ജോയിൻ ചെയ്തു. അങ്ങനെ ഉണ്ടായത്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. 1979 അന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അത് പോരായിട്ട് നോക്കിയപ്പോൾ അന്ന് ഇവിടെ രാഷ്ട്രപതി വരിക, ജനറലുണ്ട് അന്ന് രാഷ്ട്രപതി. അപ്പോൾ ആ പാമ്പല്ലൂർ വരെ ബസ്സില്ല, നടന്നു ഞാൻ അമ്പലൂർ വരെ. എന്നിട്ട് ഇൻ്റർവ്യൂവിന് പോയി. 79 അതിനൊക്കെ ശേഷം സ്കൂളിൽ. മറ്റേ സ്കൂളില്ലേ, വിവോദയ സ്കൂളില്ലേ, അവിടേക്ക് പോയി. ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഞാനേ ഒരു വീഡിയോ ചെയ്യണ്ടേ യൂട്യൂബിലേ. ആ ചേട്ടൻ പറഞ്ഞു തന്നാൽ അതൊക്കെ അതിൽ പോവും. ഭംഗിയായി പറഞ്ഞോളോ. മലയിലല്ലേ ട്രക്കിങ്. ഈ മലയുടെ പേരെന്നാ? അത് എന്താ പറയുക, പാലപ്പള്ളി എന്ന് പറയാ ഈ മലക്കൊക്കെ? ആ അങ്ങനെ പേരില്ല, ഓരോ സൈഡുകൾക്ക് ഓരോ കാനകൾക്ക് പേരുണ്ട്. അതായത് ഇത് ഈറ്റക്കൊമ്പെന്ന് പറയും. ഈ ഗ്യാപ്പിലേക്ക് വെള്ളം കയറിക്കുന്നുണ്ട്, അത് ഈറ്റക്കൊമ്പെന്ന് പറയും. ഈറ്റക്കൊമ്പൻ. ഇതിന്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെള്ളം കയറിക്കില്ല, ആ വലിയ തിരിച്ചുള്ള അതിന്റെ റൗണ്ട്, അത് വാവളാന്ന് പറയും. വാവള. പിന്നെ അതിന്റെ അപ്പുറത്ത് പൊടികുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൊടികുഴി കാട്ടിലുള്ള ഓരോ പേരുകളാണ്, കാരണന്മാരായിട്ടുള്ള ഓരോ പേരുകളാ. ഇതിന്റെ എൻ്റെ എന്തോരം പോയി മതി. പയമ്പാറ, മുലപ്പാറ, അങ്ങനെ ആനപ്പൂര്. അല്ല, ഈ ഡാമിന്റെ എൻ്റെ എന്തോരം വരെ പോവും അങ്ങോട്ട് അറ്റത്തേക്ക്? ഇതാ ഒരു നാഴി ഉണ്ടാവുമോ? 1 കിലോമീറ്റർ ഉണ്ടാവോ? 1 കിലോമീറ്റർ അത് കൂടുതലുണ്ടാവില്ലേ?
ആ മല കണ്ട ആ കണ്ടു കണ്ടു. ഇതിന്റെ അപ്പുറത്തെ ഒരു മല ആണ്. ആ അതിന്റെ അപ്പുറത്തേക്ക് വെള്ളമുണ്ട്. പിന്നെ അമ്പോ പയമ്പാറ എന്ന് പറഞ്ഞ ദേവി പറഞ്ഞ ഇരിക്കുന്ന അറ്റം വരെ അതിന്റെ അപ്പുറത്തേക്ക് വെള്ളമുണ്ട്. ആ ദേവിനാണ് കള്ളായിൽ കൊടുത്തിട്ടുണ്ട്. ആ ശരി ശരി. ആ അതിനൊരു കള്ളായി കൊണ്ടുവച്ചല്ലേ. ആ ദേവി എന്ന് പറഞ്ഞത് ആ മരം കണ്ട ആ പോ ആ മരത്തിന്റെ അത്ര ഹൈറ്റ് ഉണ്ടായതാ. പിന്നെ മരം വേറെ മരങ്ങൾ വീണിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് അതിന്റെ കഷ്ണങ്ങളൊക്കെ അപ്പൊ ആ മരത്തിന്റെ ഒരു ഏകദേശം ഒരു പകുതിക്കുണ്ട്. അവിടേക്ക് ബോട്ടിൽ പോണം അല്ലേ? അത് ശരി. ഈ ബോട്ട് സർവീസ് ഇപ്പം ഉണ്ടോ? ബോട്ട് സർവീസ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഈ മലയിലൊക്കെ ഉണ്ടാവില്ലേ? ആൾക്കാർക്ക് പോകാൻ പറ്റും ആ മലയ്ക്കൊക്കെ പോകൂലേ? ഞങ്ങളിനി അടുത്ത മാസം തൊട്ട് കാട്ടിലേക്ക് കാറിന്റെ ഉള്ളിലേക്ക് അതെന്താ ട്രക്കിങ്ങിന് കുറെ പണികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ട്രക്കിങ് വഴിയാണ്. ഇപ്പോൾ ഈ കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടോ? ഈ കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ എല്ലാ മൃഗങ്ങളും ഇതിന്റെ ടോപ്പുകളൊക്കെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ആ ശരി. അവിടെ ഇതിന്റെ ഈ മലയുടെ ടോപ്പിൽ കൂടെ ഒക്കെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? അത് ശരി. അത് ഏതെല്ലാം സൈസ് മൃഗങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ശരി. അത് അവർക്ക് അവിടെ കിട്ടും, ഓഫീസിൽ കിട്ടും. അപ്പോൾ ഓഫീസിൽ കിട്ടില്ല. ആ സാധനം മെമ്മറി കാർഡ് വെച്ച് വെക്കുകയാണ്. അത് ശരി, എടുത്തോളാം. പിന്നെ അത് മരത്തുമ്മ ഇങ്ങനെ വലിയ റോപ്പ് വെച്ച് കെട്ടിയിരിക്കും. അപ്പോൾ വഴികളിൽ തന്നെ വെക്കുക പോണ വഴിക്ക്. അപ്പോൾ അതിൽ മൃഗങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പെടും. അത് ശരി. പിന്നെ നമ്മൾ അതിക്രമമായിട്ട് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ പെടും. അതെ, അത് ശരിയാ. ഇവിടെ പുലിയൊക്കെ ഉണ്ട് കേട്ടോ. പുലിയുണ്ട്, കടുവുണ്ട്, 3 കടുവുണ്ട്. കടുവുണ്ട്, സൂക്ഷിക്കണം. പുലി ഇപ്പം എല്ലായിടത്തും വന്നു തുടങ്ങി. ഞങ്ങളത് അവിടെ ഇട്ടൊരു മറ്റേ നാടൻ പോത്തിന് മുതല വന്നോ? നാടൻ പോത്തിന് കടുവ് പിടിക്കും. മുതലനെ പിടിക്കും. മുതലില്ല, നീർനായ. അവിടെ ഒരു കായ ഉണ്ടായിണ്ടല്ലോ ഇവിടെ അല്ലേ? മരത്തിമ്മ മറ്റേതാ കാഞ്ഞരത്തിന്റെ കായ. വേണ്ട, ആ മരത്തിൽ നിൽക്കുന്നുണ്ട്, അത് കാഞ്ഞര. ഇവിടെ ട്രക്കിങ് ഇതിലൊരു 8 കിലോണ്ട്. ഞാൻ ഇപ്പോൾ ട്രക്കിങ് കഴിഞ്ഞിട്ട് വന്ന. അതെയാ? ഇവിടുന്ന് കൊട്ടവഞ്ചിയിലോണ്ട് കടത്തും എന്നിട്ട് കയറി പോകും ആൾക്കാർ. 800 രൂപ ഒരാൾക്ക്. ഇതിലെ ഒരു 12 കിലോമീറ്റർ ആ മലയുടെ മുകളിൽ കൂടെ. അത് രാവിലെ 7 മണിക്ക്, തിരിച്ചു വരുമ്പോൾ 3 മണിയാവും. അത് ഒരാൾക്ക് 1000 രൂപ. രാവിലെ ഫുഡുണ്ട്, തിരിച്ചു വരുമ്പോൾ ഫുഡുണ്ട്. ആ കുഴപ്പമില്ല. 12 കിലോമീറ്റർ. ഈ ട്രക്കിങ്ങിന് മുമ്പ് ഇവിടുത്തെ ആൾക്കാർ കൂടെ വരുമോ? നമ്മുടെ കൂടെ ഫോറസ്റ്റുകാരുണ്ടാവും, വരും അല്ലേ? തോക്കുണ്ടാവും, തോക്കൊക്കെ കൊണ്ടുവരും. ഓക്കെ. മിനിമം എത്ര ആൾക്കാർ വേണം? മിനിമം ഒരു 10-15 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. പൈസ ലാഭം വരും. അത് ശരിയാ. രണ്ടാളും കൊണ്ട് പോലല്ലേ? പോവും, പോണ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല. ഒരാൾക്ക് 2 ആൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുണ്ടാവില്ല. ലേഡീസിനൊക്കെ വരാൻ പറ്റുമോ? ലേഡീസിനൊക്കെ വരാം. ട്രക്കിംഗ് തന്നെ കയറ്റല്ലേ? നല്ല കയറ്റെന്ന് വെച്ചാൽ നമ്മള് റെസ്റ്റ് ചെയ്താണ് കയറുക. കുറച്ച് ഒരു അരമണിക്കൂർ നടന്നു, അവിടെ ഇരുന്നു, ഒരു 10-15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്തു, കയറി നടന്നു, അങ്ങനെയൊക്കെയാണ് പോവാ. അവിടെ കുറ്റി നിൽക്കണ്ടല്ലോ അവിടെ ഉണങ്ങിയിട്ട്. കുറ്റിയല്ലേ ഈ മരത്തിന്റെ കടയിൽ ഒഴുകി വന്നാണ്. അത് ശരി. ഓ ഓ ഓ ഓ നല്ല ഭംഗിയുള്ള മരങ്ങളല്ലേ? നോക്കൂ, എന്ത് രസം കാണാൻ. നോക്ക്, നമ്മളെത്തി. ഇതിക്കൂടെ കയറാം അല്ലേ? അങ്ങനെ ട്രക്കിങ്ങിന് പോവാ അല്ലേ? അപ്പുറത്ത് കൂടെ. നോക്ക്, ബാക്കിലേക്ക് നോക്കിയേ. ബാക്കിലേക്ക് നോക്കിയേ. അങ്ങോട്ട് കയറി പോവാം. ആയ്, എന്താ നോക്ക്, കാട് എന്തൊരു ഭംഗിയാ. വള്ളിയൊക്കെ ഉണ്ട് കണ്ട, ഞറല വള്ളിയൊക്കെ ഉണ്ട്. അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പർ, നന്നായിട്ടാ. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇത് കാഞ്ഞിരല്ലേ ഈ കാണുന്നത്? കാഞ്ഞിര. വെട്ടിപ്പഴം. വെട്ടിപ്പഴം. ഇതിന് മരം, കാഞ്ഞിരത്തിന്റെ മരം. ആൾക്കാർ വെട്ടിക്കൊണ്ട് പോയിണ്ടല്ലോ. മീൻ പിടിക്കാൻ ചങ്ങാടാ, അത് പഴയ ചങ്ങാടായി. ഇപ്പൊ കിട്ടും. ഇപ്പൊ ഞങ്ങൾ പിടിക്കാറില്ല. ജനുവരി തൊട്ട് തുടങ്ങുള്ളൂ.
അതായത് ഏച്ചിമിന്റെ കൂടുതൽ മീൻ കിട്ടി നിങ്ങൾ തൃശ്ശൂർ കൊണ്ട് കൊടുക്കുവോ? ഞങ്ങൾ തൃശ്ശൂർ തന്നെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഒരു ട്രിപ്പില് 5 ബോക്സ് 6 ബോക്സ് മീൻ കിട്ടും. എന്ത് മീനാ കിട്ടുക? അത് ഇതിലുള്ള പരലുകള് എന്ത് എത്ര മീൻ കിട്ടുന്നത്? 5 6 ബോക്സ് മീൻ ബോക്സ്. ഓ അത് ശരി. ബോക്സ് പറഞ്ഞാൽ എത്ര കിലോ ഉണ്ടാവും? വലിയ മീനിന്റെ ബോക്സ് കണ്ടിട്ടില്ലേ? മീൻ ബോക്സ് കണ്ടില്ലേ? 10 മീൻകാര് കൊണ്ടുവരുന്ന ബോക്സ്. ആ അതന്നെ. 45 കിലോ ഉണ്ടാവും ഒരു ബോക്സ്. ഒരു ബോക്സില് മീന്. 45 കിലോ ഉണ്ടാവും. അയച്ചിട്ട് ഏത് മീനായാലും. ഒരു ബോക്സ് മീൻ 45 കിലോ. അത് ബ്രാലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിലയാ. ബ്രാലുണ്ടാവും, കോപ്പലുണ്ട്, നാടൻ ബ്രാലുണ്ട്. നാടൻ മീൻ മാത്രമേ ഉള്ളൂ. ബ്രാലുണ്ട്, വാഗുണ്ട്. ഇതിൽ കൊണ്ട് കിട്ടുന്നതാ മീൻ? ഏയ് ഇതിലുള്ള മീൻ ഇവരുണ്ടാവില്ല വെള്ളത്തിലെ മീൻ വസിക്കുന്ന സ്ഥലം. മീൻ കൊണ്ടിടാറുണ്ട്. മീൻ കൊണ്ടിടാറില്ല. ഏയ് വളർത്തി മീൻ കൊണ്ടിടാൻ വേണ്ടി ഒന്നും അപ്പൊ അവര് സമ്മതിച്ചില്ല സാറുമാര്. എന്താ വെച്ച് കഴിഞ്ഞാൽ നാടൻ മീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നാടൻ മീൻ ഇല്ലല്ലോ അവിടെ ഒരു ഡാമില്. 11 മണിയാകുമ്പോ ഇവിടെ കട വീശ ചെയ്യാ മീനെ കൊടുക്കുവല ഒറ്റല് പോലെ. മറ്റു വല 25 മീറ്റർ ഉള്ളി നിങ്ങളുള്ള വല. അതിങ്ങനെ ഒരു 10-60 കഷ്ണം വല ഉണ്ടാവും. അത് കെട്ടിപ്പോവും. പിന്നെ ഇവിടെ വരുമ്പോ മീനെടുക്കാൻ 2 പേരുണ്ടോ വേറെ ഉണ്ടാവും. അവർക്കൊരു 600 വെച്ച് കൂലി. പിന്നെ അത് അപ്പം തന്നെ ഒരു 3 മണിയാകുമ്പോ ഐസിട്ട് മാർക്കറ്റിൽ പോകും. തൃശ്ശൂർ കൊണ്ടുള്ളൂ അല്ലേ? കൊണ്ടുള്ളൂ. വരെ കൊടുത്തിട്ട് കാര്യമില്ല. വരില്ല. ഞാൻ കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് ആദ്യം. പക്ഷെ നമ്മള് അവര് വിളിച്ചു പറഞ്ഞിട്ട് അവര് ലൈനില് നമ്മള് വെക്കുമ്പോ നമ്മുടെ നേരം മുഴുവണേ വണ്ടി അവിടെ നിർത്തിയിട്ടല്ലേ ഈ പറഞ്ഞ ആള് വരില്ല. ഇവിടെ കൊടുക്കണ്ടോ നിങ്ങള്? കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മള് 5 മണിക്ക് മുപ്പാട് മാർക്കറ്റിനുള്ളിൽ കയറണം. അതിൽ മീൻ കിട്ടാൻ പറ്റില്ല. രാവിലെ അങ്ങനെ ഉണ്ട്. മറ്റത് 8 മണിക്ക് 9 മണി വരെ മാർക്കറ്റിലേക്ക് വണ്ടി കയറുന്നുണ്ട്. ഇപ്പൊ കയറാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് നിക്കണ മലയില് ഇവിടെ ഫ്രണ്ടിൽ മല. അതിന്റെ പേര് മങ്കുഴി എന്ന് പറയും. മങ്കുഴി. ഇതിന്റെ അപ്പുറം അതിന്റെ പേര് വെല്ലുവര എന്ന് പറയും. മുന്നിൽ കാണും വെല്ലുവര. അതായത് ഇത് എന്റെ 90 കാലഘട്ടത്തില് ഇത് ഡാമോണിക്ക് വന്നിട്ട് ഇവര് ചെക്ക് ചെയ്ത് നോക്കി. ഇതിന്റെ പാറ പൊട്ടിക്കാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇതിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളം പറഞ്ഞു. പാറ അതിന്റെ ഇടയ്ക്കിട്ട് കഷ്ണങ്ങളാണ് ആടുന്ന. ഇതിന്റെ അപ്പുറത്ത് പീച്ചിടാം. അപ്പൊ പൊട്ടിച്ച് നോക്കിയപ്പോ അതിനുള്ളിൽ വെള്ളം ഉണ്ടെന്ന് അല്ലേ? അവര് ചെക്ക് ചെയ്ത് നോക്കി. ഒരു മിഷനറി സാധനങ്ങൾ കൊടുന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളം പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ അവര് അവിടെ അപ്പുറത്തെ പൊട്ടിക്കാം. ഇതിന്റെ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചി വരെ പെടും. പീച്ചി കുതിരാൻ വരെ പെടും. ഇതില് ഈ ഡിവിഷനിൽ പെടും. ഈ ആന പീച്ചില് അവിടെ കുതിരാൻ്റെ അവിടെ ആന കുതിരാൻ വരെ പെടും. ഈ ഡിവിഷനില് കുതിരാൻ്റെ അവിടെ ആന പോണ്ടെന്ന് പറഞ്ഞിട്ടേ ഡാമിലൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ആന ഇറങ്ങോ? പിന്നെ ഇന്ന് രാവിലെ വരെ ആന ഉണ്ടായി. ഇന്നലെ 3 മണിക്ക് ആന ഉണ്ടായി. അവിടെ നിങ്ങൾ വരുന്ന വഴിയിൽ എസ്റ്റേറ്റില്ല. പറഞ്ഞില്ല നമ്മള് പറഞ്ഞു ഒരാള് ഇന്നലെ ആന വന്നിട്ടുണ്ടായിരുന്നു. പേടിയാവൂലേ? ആ വഞ്ചി പോലെ മല ഉണ്ടോ? അതിന്റെ അപ്പുറത്ത് കിടന്നു കഴിഞ്ഞാൽ കുതിര. ആ വഞ്ചി പോലത്തെ മലയില്ലേ ഇങ്ങനെ ഒരു കറവായിട്ട് അതിൻ്റെ അപ്പുറത്ത് കുതിരാൻ എന്ന സ്ഥലമാണ്. കുതിരാൻ മല. നമ്മൾ പോകൂലേ പാലക്കാട്ടേക്ക്? അതന്നെ. നമ്മൾ വരണ്ടപ്പോൾ വരുമ്പോൾ എങ്ങനെയാ വരണം നോക്കിയില്ല നമ്മൾ കോട്ട് ഇങ്ങനെ വരികയും അതുകൊണ്ടാണ് അതാണ് ഈ കുതിരാൻ്റെ അടുത്തേക്ക് നമ്മൾ കിഴക്കോട്ടേക്ക് പോവാം. മണ്ണത്തോട് കിഴക്കോട്ടേക്ക് പോവാം. ഇത് അതുമായിട്ടുള്ള അടുപ്പുണ്ടെന്നു വളരെ അടുപ്പുണ്ടെന്നു. ഇവിടെ എത്ര താഴ്ച ഉണ്ടായിരിക്കും? 70 അടി. അതെയാ? 120. വേണമെങ്കിൽ നീന്താൻ പറ്റൂല ഇവിടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീന്താറാണ് കറക്റ്റ് നീന്താം. ആൾക്കാര് അടുത്ത കംപ്ലീറ്റ് അതെ ചേട്ടാ. പോണ വഴിയിൽ ചെളിയൊക്കെ ഉണ്ടാവും. ഡാമിലെ വെള്ളം വരുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം പൊട്ടിയാവുന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്.
ഡാമിന് വെള്ളം വരുന്നുണ്ട്, എന്ത് പൊട്ടാവില്ല. ഇത് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം. അതെന്താ വെച്ചാലേ പോണ വഴിയിൽ ആൾക്കാരും അതിപ്പോ നിർത്തിയിട്ട് അത് പണ്ട് കാലത്തേ ഇവിടെ ഇതിനുള്ളിൽ മരണ്ടായിരുന്നു. എല്ലൊക്കെ ചെയ്യുന്ന അതന്നെ എല്ലാ ഡാമിനുണ്ട്. അത് ഈ ഡാമിന് മാത്രമല്ല, എല്ലാ ഡാമിനുണ്ട്. നീർനായ ഇഷ്ടമാരുണ്ട്. വെള്ളത്തിലുള്ള ഒരു നായ, വെള്ളത്തിലുള്ള നായ. നമ്മളെ വട്ടം കറക്കുന്നു ഇപ്പൊ കറക്കൂട്ടാ. എത്താറായി ഇതേ ഇത്തിരി വഴിയുള്ളൂ. ഇനി നമുക്ക് കൊറേ വഴി അവിടുന്ന് പോകുന്നു. ചൂടൊന്നുമില്ല. മഴ കാരണങ്ങളുണ്ട്. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടുത്തെ സൂപ്പിൽ നിന്ന് വരുന്ന ഒരാള് നിൽക്കാൻ ജോലിക്കാരനാണ്, സർക്കാർ പെൻഷൻ പറ്റിയ ആളാണ്. അറിയാം, സൂപ്പിൽ നിന്ന് ഒരാളറിയാം. ആളെവിടെ വീട്? പടമാണല്ലേ, പടല്ലേ? കറക്കം നോക്കട്ടാ, ചുറ്റും നോക്കോ. ഇഷ്ടായ? താങ്ക് യു. പറയണ പോലെ കണ്ണടച്ച് പിടിച്ച് കണ്ണടച്ചിരുന്നാ ഇത്തിരി തരാം. ശരി, അതെ, കുട്ടികളെ പോലെ അല്ല. ചേട്ടൻ ലാസ്റ്റ് ഇറങ്ങിയാ മതി. ഞാനും ഞാൻ കുറെ കംഫർട്ട് ഉണ്ടായിരുന്നു. അടുത്ത പറമ്പേ പോണം. അപ്പൊ താങ്ക് യു. ആട്ടിയറിഞ്ഞ അവള് മുട്ടിക്കണതാ, അവള് കുനിക്കണതാ. അവിടെ മുട്ടി വെച്ചിട്ടേ ഞാൻ നിർത്തിട്ടാ. ഹായ്.
ഐസ്ക്രീം വേണ്ട തട്ടിപ്പറിച്ചിട്ട് പോവും. അത് തട്ടിപ്പറിച്ചിട്ട് പോവും. അഞ്ചാരം നമുക്ക് പോവാം. വീട്ടിൽ പോവാം. 2:30 ഇവിടെ 3:30 അതെ അതെത്തുമ്പോ 3:30 വാ എന്നാ. അല്ല ഇങ്ങനെ മരണ്ട് അല്ലേ? അത് ഭംഗിയല്ലേ മരം കാണാൻ? അല്ല വലിയ മരം. അച്ഛനവിടെ, മുത്തശ്ശൻ, അമ്മ, ഞാൻ അമ്മൂമ്മ. നമ്മൾ ഡാമിന്റെ മുകളിലാണ് കിടക്കണേന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഞങ്ങള് കൊട്ടവഞ്ചിയിലൊക്കെ പോയി ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ അവിടെ കൊട്ടവഞ്ചി ഉണ്ട്. സൂപ്പറായിട്ട് നല്ല അമ്മൂമ്മ പറഞ്ഞോ നമുക്ക് പിടിക്കാം. പിന്നെ ഞാൻ അത് പിടിക്കല് പുഴ എൻ്റെ പക്ഷേ ഈ ബട്ടർഫ്ലൈസ് കണ്ടാ പറക്കണത്. ഡ്രാഗൺ ഫ്ലൈസ് നന്നായി പറക്കുന്നുണ്ട്. തുമ്പി തുമ്പി അതല്ല തുമ്പി അതല്ലേ. കഴിഞ്ഞു ഒരു ഫോട്ടോ പോരെ നോക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ചിമ്മിനി ഡാം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളൊന്ന് വന്ന് ഇവിടെ ശലഭോദ്യാനവും അതുപോലെ തന്നെ ഔഷധച്ചെടികളും പിന്നെ ട്രക്കിങ്ങും ഒക്കെ ആസ്വദിച്ചോളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ വരിക. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ദിവസം മുഴുവനും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. സൂപ്പറാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കാണൂ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വന്ന് കാണുക കേട്ടോ. ആ ശരിക്കും ആ ചുറ്റും മലയാൻ തോന്നും കണ്ടാലേ. നമ്മളിങ്ങനെ നടന്ന് അറ്റത്തെത്തുമ്പോൾ അവിടെയാണ് കേട്ടോ വെള്ളച്ചാട്ടം. അതായത് വെള്ളച്ചാട്ടം വെച്ചാൽ വെള്ളം നിറയുമ്പോൾ, ഡാമിൽ വെള്ളം നിറയുമ്പോൾ തുറന്ന് വിടുന്ന സ്ഥലമൊക്കെ അവിടെയാണ് കേട്ടോ. കുറേ ദൂരം നടക്കണം, നല്ല ചൂടാണ്. ഇപ്പം വെള്ളം തുറന്ന് വിടണമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റില്ല. നല്ല മഴക്കാലത്ത് വരണം. മഴക്കാലത്ത് നിങ്ങളൊന്ന് വന്ന് നോക്കൂ കേട്ടോ. ഓക്കേ.